أكرم الخلق ما لمن آلوا به سواك عنده للحديث الحبيب مولاي صل وسلم دائما أبدا ولن يضيق رسول الله جاءك به إذا الكريم لا باسمي منتقمي مولاي صل وسلم ثم الرضا عن أبي بكر وعن عمر وعن علي عثمان ذي الكرم مولاي سعيد زبير طلحة وأبي عبيدة وابن عوف عسير الكرم مولاي صل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي എല്ലാ വിധത്തിലുള്ള ലാഹിറായ ബാത്തിലായ എല്ലാ ശർറുകൾ ബലാഹുകൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഹലാലായ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കാലവർഷം ഓരോ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ കേരളത്തിൽ കാലവർഷം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശക്തമായ നിലയിലേക്ക് കടന്നു വരികയാണ്. കാലാവസ്ഥാ നിരീക്ഷണ ഗവേഷണ ശാസ്ത്രകാരന്മാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത തരത്തിലേക്ക് കാലവർഷം വന്നും പോയും ജനങ്ങൾക്ക് വലിയ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ഒന്ന് പിന്നോട്ട് ഒന്ന് നടന്നു നോക്കിയാൽ
എല്ലാവർക്കും ഉപകാരപ്രദമായ നിലയിലായിരുന്നു കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് വർഷങ്ങളും എല്ലാം ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നു. എങ്കിൽ ഉടയതമ്പുരാനായ സർവേശ്വരൻ ഈ അണ്ടകടാഹങ്ങളെയും ഈ സൂര്യനെയും ചന്ദ്രനെയും താരാപഥങ്ങളെയും ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും എല്ലാം അടക്കി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യശക്തി ഉണ്ട് എന്നാണ് ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നത്. എങ്കിൽ ഈ ഒരു അംഗീകാരത്തിൽ നിന്ന് ഉപരിയായിക്കൊണ്ട് അംഗീകരിക്കുന്നവർ പോലും ഇന്ന് ദൈവനിഷേധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ, ഉദാഹരണം പറഞ്ഞാൽ ഒരു മാതാവിനെയും പിതാവിനെയും അനുസരണയില്ലാത്തൊരു മകനായി വളർന്നു വന്നാൽ ഒരുപാട് സമയം ആ മാതാപിതാക്കൾ അവന് നന്നാകാനുള്ള നല്ല വഴികൾ പറഞ്ഞു. എവിടെ ഇരുന്നിട്ടായിരുന്നാലും പറയുന്ന കാര്യങ്ങളിലെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. അതൊരു വലിയൊരു മനസ്സ് തന്നെയാണ്. നന്മയെ അംഗീകരിക്കുക, അതിനെ ശിരസ വഹിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ബുദ്ധിമാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഴവും ആർദ്രതയും അവർ മനസ്സിലാക്കും. ബുദ്ധിയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കേൾക്കുകയും അതെല്ലാം വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയുന്നവരും. ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവജാലങ്ങളെ സർവേശ്വരൻ പടച്ചു വിട്ടിട്ടുണ്ട്. അതിൽ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവേകവും കാഴ്ചപ്പാടുകളും എല്ലാം നൽകിയിട്ടുള്ളത് ഒരേ ഒരു വിഭാഗത്തിന് മാത്രമാണ്. അത് മനുഷ്യ വിഭാഗത്തിന് മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ അവൻ അക്സെപ്റ്റ് ചെയ്യും, അതിനെ സ്വീകരിക്കും, അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കും. നമ്മിൽ നന്മയുണ്ടാകുമ്പോഴാണ് നമ്മളുടെ മക്കളിലേക്ക് നന്മയുണ്ടാകും. ഒരു സമൂഹം നന്നാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാതലായ വശം എന്ന് പറഞ്ഞാൽ, നാം ഒരു ഡോക്ടറെ സമീപിക്കുമ്പോ ആ ഡോക്ടറിന്റെ അരികിൽ നിന്ന് മരുന്ന് സ്വീകരിക്കുന്നു എങ്കിൽ മരുന്ന് എഴുതുന്നതിന് മുമ്പ് ഡോക്ടറുടെ മനസ്സിലുണ്ടാകണം, എന്റെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ അസുഖങ്ങൾ പരിപൂർണമായി മാറണം. ഒരു ടീച്ചറെ സമീപിക്കുമ്പോ, ഒരു ഗുരുവര്യനെ സമീപിക്കുമ്പോ ആ ഗുരുവര്യന്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാകണം, എന്റെ മുന്നിലേക്ക് വരുന്ന വിദ്യ അഭ്യസിക്കാൻ വരുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിവൈഭവങ്ങൾ, അവന്റെ വിദ്യയിലൂടെ അവന് എന്നിലുള്ള വിജ്ഞാനം അവന്റെ ഹൃദയത്തിൽ ഉപകാരമുണ്ടാകണം എന്ന വിശ്വാസം വേണം. ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളം അവര് തമ്മിലുള്ള സംസർഗത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തിൽ, അവരുടെ ഏറ്റവും വലിയ കാതലായ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകണം, നമ്മൾക്ക് രണ്ടുപേർക്കും ദൈവം തമ്പുരാൻ തരുന്ന ഈ ഒരു സന്താനം നാളെ സമൂഹത്തിനും നാടിനും വീടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാം ഉപകാരമുള്ളൊരു കുഞ്ഞാകണമെന്ന് ആദ്യമേ നീയത്ത് വെക്കണം. അതാണ് ഹബീബരായ ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് നൽകിയ മെസ്സേജ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു മനുഷ്യന്റെയും അമലുകൾ, നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അവന്റെ നീയത്തിലൂടെയാണ്. അവന്റെ നീയത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. ഏത് കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴും, നല്ല ഒരു കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിക്കേണ്ടത്, എന്റെ ഈ കാര്യം പരിപൂർണമായും ദൈവം അത് സാധിപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിനെ വിശ്വസിക്കുന്ന ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, അവന് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരും വ്യത്യസ്ത രൂപങ്ങളിലാണ് വിളിക്കുന്നത് എങ്കിലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഓരോ മതവിഭാഗങ്ങളും അവർക്ക് ഇഷ്ടമുള്ളതായ രീതിയിലൂടെ വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്,
ഓ ജനങ്ങളെ, അല്ലയോ മുസ്ലിമെ നല്ല വിളിച്ചു, അല്ലയോ ജനവിഭാഗങ്ങളെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ വിഭാഗങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യന്മാരെ, അല്ലയോ ജനവിഭാഗങ്ങളെ, ബുദ്ധിയുള്ള മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു സർവ്വജന വിഭാഗങ്ങളെയും പടച്ചിട്ടുള്ളത്. എല്ലാവരെയും പടച്ചിരിക്കുന്നത് ആദം ഹവ്വ ദമ്പതികളിലൂടെയാണ്. പിന്നെയും പറയുന്നു, ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബാ, വ്യത്യസ്ത ഹിസ്സങ്ങളാക്കി, പ്രസ്ഥാനങ്ങളാക്കി, പ്രത്യാശാസ്ത്രങ്ങളാക്കി, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലേക്ക് അവരെ സഞ്ചരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമുള്ളത്. وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. എന്നിലേക്ക് ഏറ്റവും അടുത്ത് വരാനാണെന്ന് അറിയുമോ? എന്നിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാണ് ആരാണെന്നറിയുമോ? അവർ ഹൃദയാന്തരത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് ദൈവം തമ്പുരാനെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, ഒഴിഞ്ഞിരുന്നു കൊണ്ടുള്ളതായ ആ ഒരു പ്രാർത്ഥന അവൻ അല്ലാഹു അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ടാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലൂടെ പാറി നടക്കുന്ന ഒരു തൂവല് പോലെ. ആ ഒരു തൂവല് ഏത് ദിശയിലേക്കാണോ കാറ്റുകൾ അടിച്ചു വീശുന്നത് ആ ദിശയിലേക്ക് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. മറുദിശയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അത് മറുദിശയിലേക്ക് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് മനുഷ്യന്മാരുടെ ഹൃദയം എന്നുള്ളത്. എങ്കിൽ ആ ഹൃദയത്തിനൊരു ഏകാഗ്രത, ആ ഹൃദയത്തിനൊരു നല്ല ഒരു ഈമാനികമായ ഒരു കരുത്ത്, ഒരു കോൺസർവേഷൻ ലഭിക്കണമെങ്കിൽ അമ്മയും മോളുമായി കാണണം. സ്വന്തം മകളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ആയിരിക്കണം ഒരു മകളെയും ഒരു വരുന്ന മകന്റെ ഭാര്യയും. സ്വന്തം മോളെ കാണുമ്പോ നമ്മൾ വരുമാനം അല്ലാതെ വിഷമിക്കുമ്പോ കെട്ടിച്ചുവിട്ട മോൾക്കും ഇതുപോലെ അവിടെ അനുഭവം ഉണ്ടാവും. അപ്പൊ നമ്മള് പണ്ടാരം കൊടുത്താല് ഇവിടെ കിട്ടും, അറിയാമെന്ന് പറയുന്നില്ല, കൊടുത്താല് കൊല്ലത്തും കിട്ടും. പണ്ടൊക്കെ ഇച്ചിരി വിദൂരമായിട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും അൽ മുസ്ലിമു, മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുത്തനാണ്. മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുത്തനാണ്. ആരാണ് മുസ്ലിമായ മനുഷ്യൻ? 5 നേരം നമസ്കരിക്കുന്നവനല്ല മുസ്ലിമായ മനുഷ്യൻ. 5 വാരം ഹജ്ജ് ചെയ്തവനല്ല മുസ്ലിമായ മനുഷ്യൻ. ഒരുപാട് നന്മകളുമായി സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഓടി നടക്കുന്നവനല്ല മുസ്ലിം. യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനാണ്. സ്വലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള ജനവിഭാഗങ്ങളെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ്. മിൻ ലിസാനിഹി വയദിഹി. നിന്റെ കരങ്ങളെ കൊണ്ടും നിന്റെ നാവിനെ കൊണ്ടും മറ്റുള്ള മനുഷ്യന്മാരില്ല രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥമായ നല്ല മനുഷ്യനെന്ന് സയ്യിദുൽ വജൂദ് മദീനയുടെ മന്ദമാന് തന്റെ തരികത്തലോട് ഏറ്റുകൊണ്ട് കിടന്നുറങ്ങുന്ന ഹബീബരായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവ നമ്മൾ മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളതുണ്ടെങ്കിൽ നമ്മളൊരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. നമ്മളിലൊരു ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ബുദ്ധിമാൻ ഇല്ലെങ്കിൽ ഈ ഒരു കിബറും ഹസദും തകബ്ബുറുമായി നമുക്ക് അല്ലാഹുവാണല്ലോ വാഹനം നൽകിയത്, അല്ലാഹുവാണല്ലോ സമ്പത്ത് നൽകിയത്, അല്ലാഹുവാണല്ലോ മക്കൾക്ക് ജോലി നൽകിയത്,
അള്ളാഹുവാണല്ലോ നല്ല ഒരു കുടുംബബന്ധം നൽകിയത്. ഇതൊന്നും നമ്മൾ വന്ന നേരത്ത് കൊണ്ടുവന്നതല്ല. ഇതെല്ലാം വിട്ടേച്ചുകൊണ്ട് റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പോകേണ്ടവരാണ്. പോകുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു 10-ലധികം ആളുകൾ നന്മ പറഞ്ഞു എങ്കിൽ അവരാണ് നല്ല മനുഷ്യൻ. മഹാന്മാർ പറയുന്നത് പോലെ അവസാന സമയത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയൽവാസികൾ പൊട്ടിക്കരയുന്ന എത്രയെത്ര മരണമാ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭാഗത്ത് ഇതിന്റെ ഉള്ളിലേക്ക് പോയ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. ക്ലീൻ ചെയ്യുന്ന ഒരു വേസ്റ്റുകളൊക്കെ പോകുന്ന ഒരു ഹോളിനിടയിലൂടെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം കിട്ടിയത്. ആരാണ് വേദനിക്കാത്തത് പ്രിയപ്പെട്ടവരെ? എത്രയോ പേര് സങ്കടപ്പെട്ടു. നാം മനസ്സിലാക്കേണ്ടത് ഏത് സമയത്താണ് പരീക്ഷണം വരുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. 950 വർഷം ദഅവത്ത് ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച വലിയൊരു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തു. പക്ഷേ വിരലിൽ എണ്ണാവുന്ന തുച്ഛമായ ആളുകൾ മാത്രമാണ് യഥാർത്ഥമായ ഒരു ദീനിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രമല്ല, ആ തൗഹീദിന്റെ വചനങ്ങൾ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചവർ വളരെ തുച്ഛമായിരുന്നു. സ്വന്തം മകനാകുന്ന കനാൻ പോലും അവിടെ നിന്ന് വിശ്വസിച്ചില്ല. അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ മോൻ പറഞ്ഞ അനുസരിക്കാത്തത്, നമ്മുടെ മോൻ പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളും ഉണ്ടാവും, അനുസരിക്കാത്തുണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിലൊന്നും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല. സ്നേഹിക്കുക, ദേഷ്യം മാറ്റിക്കൊണ്ടാവും. ഇത് മക്കള് കണ്ടുപഠിക്കും, ഇത് മക്കള് കണ്ടുപഠിക്കണം. വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹവും സൗഹാർദ്ദവും ആ ഒരു ബഹുമാനവും, ഭാര്യക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. ഭർത്താക്കന്മാര് ചില ആളുകളുടെ ഭാര്യമാരെ സമൂഹത്തിൽ ഇട്ടുകൊണ്ട് ഇൻസൾട്ട് ചെയ്യും. അവനിങ്ങനെ ആളാകാൻ വേണ്ടിട്ട് കല്യാണത്തിന് ചെല്ലുമ്പോ ഇവളുടെ കുറ്റവും കുറവൊക്കെ പറയും. അതൊരു ചീഞ്ഞളിഞ്ഞ സ്വഭാവം. ഇവൻ വിചാരിക്കുന്ന ഇവന് നല്ല സൂപ്പറാണെന്ന്. മോശപ്പെട്ട സ്വഭാവം. ഭാര്യയുടെ ദുസ്വഭാവങ്ങളെ മറച്ചു വെക്കുന്ന മനുഷ്യൻ അല്ലാഹു തആല മഹാനായ അയ്യൂബ് നബിയുടെ കൂലി അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ സ്വഭാവങ്ങൾ ക്ഷമിക്കുന്ന ഭാര്യക്ക് ആസിയ ബീവിയുടെ കൂലിയുണ്ട് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ റൂട്ടും പോക്കും മാറുമ്പോൾ അല്ലാഹു അവന്റെ കാലവർഷങ്ങൾ മാറ്റിക്കൊണ്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ മഴക്കെടുതികൾ, അതുപോലെ തന്നെ ശക്തമായ ചൂട് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഇടക്കൂടെ വേറെ ആരൊക്കെയാണ് പിന്നീട് വിവാഹശേഷം സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവില്ല, ഭാര്യക്കുണ്ടാവില്ല, ഭർത്താവിനുണ്ടാവില്ല. അവര് പിന്നീട് ചിന്തിക്കും, ഇയാളെ വിവാഹത്തിന് ഫോണിലൂടെ സംസാരിച്ചൊന്നും വിവാഹശേഷം കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരെ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെല്ലാം കഴിഞ്ഞു പോയിരുന്നത്. അതൊക്കെ എവിടെയോ ബുക്കിൽ നോക്കിയിട്ട് അവളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ വാചകങ്ങൾ സത്തുകളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കും. ഈ ഒരു സന്ദർഭത്തിലാണ് അവരുടെ മനസ്സിലേക്ക് വേറെ പല മരങ്ങളും ഇങ്ങനെ നാമ്പിട്ട് കടന്നു വരുന്നത്. എത്രയോ ജീവിതങ്ങൾ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ആ ഒരു വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന ഒരു ജീവിതമാണ് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഓരോരോ അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലും അനുസരണയുള്ള നല്ല സ്വഭാവം ഉണ്ടാകണം. നല്ല മനസ്സുള്ളവർക്കാണ് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുക. ഏത് വലിയ രോഗപ്രതിരോധ ശേഷിക്കുള്ള മരുന്ന് കഴിച്ചാലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ശക്തി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? ഹൃദയ ശക്തി ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദയം കൊണ്ടവൻ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. ഹൃദയത്തിന് ശക്തി ഉണ്ടാകണമെങ്കിൽ മനസ്സുകൊണ്ടവൻ മന്ത്രങ്ങൾ ഉരുവിടണം. എല്ലാത്തിനും മന്ത്രങ്ങളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്. അതിങ്ങനെ ചെല്ലുമ്പോഴാണ് ഹൃദയശക്തി ഉണ്ടാവുക. മലവെള്ളപ്പാച്ചിന് പോലെ കടന്നു വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യണമെങ്കിൽ അതാണ് കാലഘട്ടം. ഇങ്ങനെ കഴിഞ്ഞുന്തോറും ഓരോ കാലവർഷങ്ങളും അതുപോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അടിവരെ ഇട്ടുകൊണ്ട് പറഞ്ഞില്ലേ, മഹാനായ നൂഹ് നബി സ്വന്തം മകനെ വിളിക്കുന്ന നേരത്തും മകൻ പറയുകയാണ്,
അങ്ങയുടെ റൂട്ട് ശരിയല്ല, ഞാൻ പോകുന്ന റൂട്ടാണ് യഥാർത്ഥമായ റൂട്ട്. മലവെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ കപ്പലുണ്ടാക്കുന്ന നേരത്ത് മഹാനായ നൂഹ് നബി കനാനോട് പറഞ്ഞു, മോനെ ഒരു 2-3 ദിവസങ്ങൾ കഴിയുമ്പോ ഇവിടെ വലിയൊരു ജലപ്രളയം തന്നെ ഉണ്ടാകുന്നതാ, വലിയൊരു ജലപ്രളയം തന്നെ ഉണ്ടാകുന്നതാണ്. വാപ്പാക്ക് എന്താണ് തോന്നുന്നത്? വെറുതെ ഇല്ലാത്ത ആരോപണങ്ങളൊന്നും പറയില്ലേ, ഇല്ലാത്ത നുണകളൊന്നും പറയില്ല വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയെ മോശമാക്കിക്കൊണ്ട് പരിഹസിച്ചു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ കനാൻ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ അഥവാ ഇനി വലിയൊരു മഴവെള്ളപ്പാച്ചിലെങ്ങാനും കടന്നു വന്നാൽ ഞാൻ ആ നേരത്തെ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞ കനാൻ എന്ന് പറഞ്ഞ അഹങ്കാരിയായ മനുഷ്യനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. സൂറത്തുൽ ഹൂദിന്റെ 40-ാമത്തെ 42-ാമത്തെ ആയത്തിൽ പറയുന്നില്ലേ, വനാദാ നൂഹു ഇബ്നഹു വകാന ഫീ മഅ്സിലി യാ ബനിയ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. ഇന്ന് വളർന്നു വരുന്ന ന്യൂജൻ കുട്ടികളെല്ലാം ഏത് വല്യപ്പണി വലിയ താടിയുള്ള മനുഷ്യനാണെങ്കിൽ അതിന്റെ മുഖത്തോക്കി ചോദിക്കും. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഉതകുന്ന തരത്തിലുള്ള സൃഷ്ടിപ്പുകളെയാണ് തമ്പുരാൻ പടച്ചുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പരീക്ഷണങ്ങൾ ഉണ്ടാകാം. ആ പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി തരണം ചെയ്യണം. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. ഒരു മനുഷ്യന് പരീക്ഷണം വന്നു കഴിഞ്ഞാൽ, വലിയൊരു അദാബ് വന്നു കഴിഞ്ഞാൽ, വലിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കേൾക്കുന്നത് മരിക്കുമ്പോൾ മാത്രം. ഒരു മുസീബത്ത് എത്തിയാൽ, ഒരു അസുഖം വന്നു, പെട്ടെന്ന് നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിന് ഒരു ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞു, അവൻ പറയണം ഇന്നാലില്ല, മരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് കേൾക്കുന്ന മഹാനടുത്ത്, മരിക്കാൻ വേണ്ടിയാണോ നീ ഇന്നാലില്ല ചെല്ലിയത് അല്ലെ? അങ്ങനല്ല. ഒരു മനുഷ്യനൊരു മുസീബത്ത് വന്നു, എല്ലാവരും കൂടെ രാത്രി ഇങ്ങനെ മക്കളും പേരക്കിടാങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുന്നത് നേരത്ത് പെട്ടെന്നൊരു മിന്നറിഞ്ഞ് കരണ്ട് പോയി. ഇദാ അസാബത്തുഹും മുസീബ, ഒരു മുസീബത്ത് പെട്ടെന്ന് വന്നാൽ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സമയത്തും പറയാം, മരണപ്പെടുന്ന നേരത്ത് മാത്രമല്ല. അതുകൊണ്ട് തന്നെ വരും കാലഘട്ടത്തിലേക്ക് ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് ക്ഷമയോടുകൂടി തരണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും, പ്രകൃതി ക്ഷോഭങ്ങളെ തൊട്ടും, മണ്ണിടിച്ചുകളിനെ തൊട്ടും, വെള്ളപ്പൊക്കങ്ങളെ തൊട്ടും, ഉരുൾപൊട്ടലുകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മുടെ കേരളത്തിലുള്ളവരെയും അതുപോലെ എല്ലാ നാടുകളെയും അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആളപായങ്ങളെ തൊട്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരെയും ഹിഫ്ള് ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ മകൻ MBBS പഠിക്കുന്നുണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2 സഹോദരിമാരെ എല്ലാ മജ്‌ലിസിലും വരുന്നവരുടെ കുടുംബത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് വളരെ പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മകന്റെ ഗൾഫിലേക്ക് പോകുന്ന കാര്യം ഒരുപാട് പേര് അവരുടെ നീറുന്ന 100 സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകളുമായി ഈ മജ്‌ലിസിലേക്ക് വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആണെങ്കിൽ സഹോദരന്മാരൊക്കെ ഒന്നും എടുത്ത് മജ്‌ലിസിലേക്ക് കയറിയിരിക്കണം. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കുറച്ച് റോഡില് അവിടെ ചെന്ന് 2 നമ്മുടെ ആത്മാവിന് നിത്യശാന്തിക്ക് 2 പുകയൊക്കെ അടിച്ച് പിന്നെ വന്ന് അതിന്റെ കെട്ടുവിടുമ്പോ വീണ്ടും ഒന്ന് ഇറങ്ങിപ്പോയി, അതിനൊരു ഗുണം ഉണ്ടാവില്ല. പുക അടിക്കുന്നവരടിക്കണമെന്നല്ല, വീടിയൊക്കെ വലിക്കുന്നവരുണ്ടാ നമ്മുടെ ഹൃദയത്തിന് ആത്മാവിനൊക്കെ ഒരു സമാധാനം കിട്ടാൻ 2 പുകയൊക്കെ അടിക്കാം. അപ്പൊ നമ്മളത് ആ ഒരു മജ്‌ലിസിലിരിക്കും, അതിന്റെ അദബും ഹുർമത്തും പാലിച്ചുകൊണ്ട് നാം വന്ന കാര്യം സാധിക്കണമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വേണം ഇവിടെ. ആർക്കോ വേണ്ടി നമ്മൾ തല്ലിപ്പഴിപ്പിക്കുന്നതും താഴെ പഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോ അവരുടെടുത്തൊക്കെ പോയി കൊള്ളുന്നുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി അത് എന്നെ ഉദ്ദേശിച്ചാണ്. ഞാൻ ഒന്നുകൊടുത്ത് ഞാൻ അവിടെ കയറി മജ്‌ലിസിൽ ഇരിക്കണം, ഉള്ള കസേരകളൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അവിടെ ഇങ്ങനെ ചിന്നിച്ചിതറി ഓടി നടക്കാൻ പാടില്ല. അവർ നമ്മളിങ്ങനെ നേർച്ചോറ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിന് ചില ആളുകളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ ഇവിടെ ആ ഫ്രണ്ടില് ആ ഗേറ്റിന്റെ ഭാഗത്ത് പകുതി കൊണ്ട് അറിയാം. നമ്മുടെ വീട്ടിലൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ, വീട്ടിൽ നമ്മൾ ഓരോ സ്ഥലത്ത് വേസ്റ്റ് ബോക്സുകളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അത് ഇട്ടിട്ടില്ല എങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ടാവും റോഡിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റുകൾ വലിച്ചെറിയും. ഈ വേസ്റ്റുകൾ വന്ന് കഴിച്ച്
വലിയ കടിക്കുന്ന പട്ടികളും അതുപോലെ ഓരോ എഴുജന്തുക്കളൊക്കെ കഴിഞ്ഞ് നമ്മളെ തന്നെ ആയിരിക്കും തിരിച്ചു കടിക്കുക, ഇല്ല നമ്മുടെ പേരക്കുട്ടികൾക്കായിരിക്കും കടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. ഓരോ സ്ഥലത്ത് അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കണം. ഒന്നുകൂടുത്ത് എല്ലാവരും ആ മജ്‌ലിസിലേക്ക് കയറിയിരിക്കണം. സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി ലാഭകരില്ലാതെ നേരത്തെ വന്നുകൊണ്ട് ഓടി നടക്കുന്ന വാളണ്ടിയർമാരുണ്ട്. അവർ പറയുന്നതൊക്കെ കുറച്ച് നമ്മൾ അനുസരിക്കണം. കുറച്ച് ചില കാര്യങ്ങളൊക്കെ അവരുമായി സഹകരിച്ചു പോകുമ്പോഴാണ് ഇതിന്റെ ഒരു നല്ല നിലയിലുള്ള നടത്തിപ്പുകൾ എല്ലാവർക്കും ഉപകാരം കിട്ടുക. ആരും തിക്കി തിരിഞ്ഞ് ഇങ്ങനെ ഇടിച്ച് പഞ്ചറാക്കി കൊണ്ടുപോകാൻ പാടില്ല. എന്നെ പോലെ ലൈഫായ മനുഷ്യനൊക്കെ വലിയ തടിമാടം വന്നിടിച്ച ഞാൻ തെറിച്ചാൽ റോട്ടിൽ പോയിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളെക്കാള് വണ്ണവും വലിപ്പമൊക്കെ കുറവുള്ള ആളുകൾക്ക് ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അവർക്കും ഇരിക്കാൻ 3 കസേരയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കാലൊക്കെ വിടർത്തി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു അവസരം കൊടുത്ത് എല്ലാവരെയും പരിഗണിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. എങ്കിലാണ് നമ്മുടെ കാര്യങ്ങൾ ഒരു വന്നിരുന്നത് കൊണ്ട് ചിലപ്പോ കാര്യം സാധിക്കണമെന്നില്ല. ആ മജ്‌ലിസിൽ വന്നുകൊണ്ട് ഹൃദയം കൊണ്ട് തന്നെ ആത്മാർത്ഥമായ ആമീൻ പറയുന്നതിനടുത്ത് ആമീൻ പറയണം. ചെല്ലേണ്ട സമയത്ത് ചെല്ലണം. ഇനി മറ്റുള്ളതായ സഹോദരങ്ങളൊക്കെയാണ് ആ സമയത്ത് അവരുടെ മനസ്സിലെ മുറാദുകളൊക്കെ മനസ്സിൽ കരുതി ആത്മാർത്ഥമായ മജ്‌ലിസിൽ ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി സന്തോഷം നൽകുമാറാകട്ടെ. ഹലാലായ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ രോഗങ്ങളും പലതരത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സകലമായ രോഗങ്ങൾ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. إلى حضرة روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح شيخنا وسندنا وكتبنا وملاذنا غوث الله. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وصحبه وأهل بيته وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم اجعل ثواب قراءتنا بركة دعائنا إلى حضرة النبي سيدنا وحبيبنا ونبينا المصطفى محمد صلى الله عليه وسلم، وإلى حضرة آله وأصحابه وأزواجه الطاهرات أمهات المؤمنين حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في جميع أمورنا خصوصا في تعلمنا وتعليمنا وتدريسنا مطالعة الكتب لوجهك الكريم، خاصة إلى حضرة مجلسنا يا أمة سيدنا محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മജ്‌ലിസിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഉള്ള പരിമിതമായ സ്ഥലങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി എല്ലാവരും മജ്‌ലിസിലേക്ക് പുരുഷന്മാരൊക്കെ കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെയും ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം വരുന്ന ആളുകൾക്കൊരു തടസ്സം ഉണ്ടാകാതെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. بسم الله الرحيم. سبحان الذي يطلع به شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا وأخرجه في آخر الزمان كما قدر وأبدا وألبسه غلة الجمال التي لم يلبسها أحدا وولد بوجهه أفضل قمرا وفرقدا. الله هو الذي توسل به آدم عليه الصلاة وافتخر بقوله والدا واستغاث به نوح عليه الصلاة ونجا من الردى وقال به صلب إبراهيم عليه الصلاة حين ألقي في النار فعاد وصار لهبها محمدا. ورأت أمه عامر رضي الله عنها حين حملت به ملائكة السماء مددا. ودخل عليه الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه الصلاة بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى آدم عليه الصلاة ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه الصلاة إلى الأرض وجعلني بالسفينة في صلب نوح عليه الصلاة وجعلني في صلب الخليل إبراهيم عليه الصلاة حين قذف به بالنار فلم يزل ينقلني ربي من الأسلام الكريمة الفاخرة إلى الرحام الزكية الطاهرة حتى صلى الله على محمد صلى الله على محمد يا ربي صل وسلم. الصلاة على النبي والسلام على رسول الشفيع المبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي. الصلاة على النبي الشفيع المطهر والحبيب اللهم أبونا رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي. الصلاة على النبي السلام على الرسول الشفيع المبطحي والحبيب يا حضرة شفيعنا سيدنا محمد صلى الله عليه وسلم
وآله وصحبه أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. ثم إلى أرواح الأنبياء والمرسلين والصحابة والتابعين وتابع التابعين إلى يوم الدين. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. فإلى أمرة أرواح ملائكة الله المقربين جبريل عليه السلام وميكائيل عليه السلام وإسرافيل عليه السلام وعزرائيل عليه السلام والحفظة والروحانيين الموكلين بعالم الإنس والجن وكبرائهم ورؤسائهم مذهب والتمريات وحشتش ليه بهكوش وأحمر وشوغال وكشكش ليعوش برغان وهدلياج ونجسه لستوش ميمون صنعك شقل تطشكوش وأبيض وشمهورش وصوبعة الذين أعهدوا الله ونبيه سليمان عليه السلام بالطاعة العظيمة. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نتوسل إليك بوجهك قطبنا محي الدين عبد القادر الجيلاني. اللهم إنك لم تنزل بلاء إلا بذنب ولن تكشفه إلا بالتوبة. وقد توجهنا إليك وإليك وصلنا سيدنا محي الدين عبد القادر الجيلاني. قدس الله سره العزيز وادفع الوباء عنا وعن أهل بلدنا وبيتنا هذا ثم الناقية. اللهم شفينا في أنفسنا وفي أهلنا. اللهم لا نرجو إلا إليك. اللهم إليك نشكو ما نزل من البلاء والخوف والعافية. اللهم أنت الراضي وأغثنا بعيالك يا أرحم الراحمين. اللهم أنت الراضي فأغثنا بعيالك يا أرحم الراحمين. اللهم أنت الراضي فأعرجنا بعيالك يا أرحم الراحمين. سلام قولا من رب الرحيم. 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 سلام وابتعدا عنا فأسرع شيء إن غارة الله غارة الله لسير مسرعة في حل عقدتنا يا غارة الله نبتأت غارة الأرحام وابتعدا عنا فأسرع شيء إن غارة الله يا غارة الله لسير مسرعة في حل عقدتنا يا غارة الله نبتأت غارة الأرحام وابتعدا عنا فأسرع شيء إن غارة الله يا غارة الله ذي السير
المصلحة في حل عقدتنا يا غارة الله الحمد لله شكرا غزيرا واسما بغدا الصلاة على واقي الأنام ردا والآل والصحب والتباع في الدين يا كتب أهل السماء والأرض غوثهما يا فيض عيني وجودهم وغيثهما ابن العليين قد أحرزت إرثهما يا خير من كان يدعى محيي الدين يا محيي الدين يا محيي الدين يا غوث العظم كل الدهر والهين أعلى ولي بتحكيم وتمكين أولى فقير إلى المولى ومسكين أنت الذي الدين سمى محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني وقد أتاك خطاب الله مستمعا يا غوث الأعظم كن بالقرب مجتمعا أنت الخليفة لي في الكون ملتمعا سميت باسم عظيم محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني أنت الملقب حقا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني كنت للقادر المختار عبدا أطاع أعطاك من قدرة ما شئت من مستطاع وأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني شرفت جيلنا بالميلاد ساكنه علمت بالقبر بعدادا ماكنه زوره كل مشتاق ولكنه في بيته قد يلاقي محيي الدين يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني رأيت دين الهدى شخصا غدا حرضا فشفيته لمسة كفيته عرضا فزال عنه الذي محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني أنت الحسيني والحسني كن معا أبا وأما شريفين قد اجتمعا كنت شمسا وبدرا نورا التمعا أنت الأحق لتدعى يا محيي الدين يا عبد القادر جيلاني
الشافعي فصرت الحنبلي بلا هجر لتحقق بالخيرين معتدلا ولم تزل راكيا على مقام علا هويت أرفع صيت محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني قد كنت بالصدق والإخلاص والزهد والاجتهاد وفي أهل التقى والزهد والجهد يدعوك يا غوث الأعظم محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني كرامة حق منك قد ظهرت منيرة في قلوب الخلق قد زهرت معجزات نبي بالورى اشتهرا يا من دعا ربه يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني ملأت مدونة كتبا مؤلفة هوت العاجب أخبارا مسلفة أتى إلى الحشر آثارا مخلفة أعليت دين الهدى يا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء طرا فكلهم قد رضوا وضعا لها بشرى يا من سمى اسما عليهم محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني وفي خزانة أسرار النبع سندا عن كل من وضعت في عنقه عددا يا أبا بكر منهم فتاب فدا حسن المعالي أما محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني الطوائف بالإجماع متفقا على كمالك في علياك متسقا حتى الحوارج أهل الزيء والزندقة عند المدار لكل محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني مع نهجك ذو علم ولا كشف بل كل نذل على ما فيك من وصف يبلغ فيه من كل إلى نصف أنجيت كل مريد محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني قلت من لا له شيخ فإني له شيخ ومرشده حتى كأني له جليسه خلبتا ومن لدني له وصل فكن هكذا لمحي الدين يا محي الدين من أجل دعوته فليدعو يا عبد
محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني على الصلاة 12 من ركعة مع الفواتح والإخلاص بالخضعة يا غوث العظم عبد القادر السرعة يا سيد غضبنا يا محي الدين. Oh